ഹായ് ഹലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഓണം റിലേറ്റഡ് ആയിട്ട് എന്ത് വീഡിയോ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ മുല്ലപ്പൂവിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓണം ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് വുമൻസ് ആണെങ്കിലും എല്ലാവർക്കും ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ നമുക്ക് ഓണത്തിൻ്റെ അന്നത്തെ ദിവസം മുല്ലപ്പൂ വെക്കുക, മുല്ലപ്പൂ ചെങ്ങോട്ടെങ്കിലും പോകാമെന്നൊക്കെ പറയുമ്പോൾ എന്ത് ഹെയർ സ്റ്റൈൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിൽ മാച്ച് ചെയ്യുന്ന പോലെ മുല്ലപ്പൂ ഒന്ന് ചെയ്ത് ഒപ്പിക്കണ്ടേ, അങ്ങനെയൊക്കെയുള്ള കുറേ ടെൻഷൻസ് ഉണ്ടാവും. പെട്ടെന്ന് മുല്ലപ്പൂ വെക്കാൻ പറ്റുന്നവർ വളരെ ചുരുക്കം ആളുകൾ ഉണ്ടാവുള്ളൂ. കുറേ ആളുകൾ കുറേ സമയമെടുത്ത് ചെയ്താലും പക്ഷേ അത് ശരിയാവുന്നില്ല, അങ്ങനെയൊക്കെയുള്ളവരില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് 5 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ തലയിൽ മുല്ലപ്പൂ വെച്ചുകൊണ്ട് പെട്ടെന്ന് റെഡിയായി പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോലെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് മുല്ലപ്പൂ അല്ല എന്ന് ആരും പറയില്ല. അല്ലെങ്കിൽ തൊട്ട് നോക്കണം, അല്ലെങ്കിൽ മണത്ത് നോക്കണം. നമുക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതുണ്ട്, ഇതിപ്പോൾ നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇത് ഞാൻ അടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് കിട്ടിയ ഒരു മുഴാണ് കേട്ടോ. കാരണം ഇത് ഇത്തിരി അകത്തി വേണം എന്നുള്ളൊരു ഇതുകൊണ്ട് ഇതിങ്ങനെ അകത്തി ചെയ്തതാണ്. നമുക്ക് കുറച്ചും കൂടി അടുത്തടുത്ത് ലെയറിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇതിങ്ങനെ ഒറ്റമുല്ലയായിട്ടും ചെയ്യാം. ഇതിപ്പോൾ കട്ടമുല്ലയുടെ രീതിയിലാണ് കേട്ടോ ചെയ്തേക്കണം. ഒറ്റമുല്ലയായിട്ടും ചെയ്യാം, നമുക്ക് ഇങ്ങനെയും ചെയ്യാം. എന്തായാലും ഇത് കണ്ടു, ഇത് മുല്ലപ്പൂ അല്ലാതെ ആരെങ്കിലും പറയും, അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി കുറേ മുല്ലപ്പൂ ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് അതുപോലെ മുല്ലപ്പൂ മുഴമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു പേപ്പർ. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് ഒരു ഇത്തിരി ഐവറി ഷെയ്ഡിൽ നിന്ന് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഷെയ്ഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്തെങ്കിലും ഇത് ഞാൻ സെയിൽ ചെയ്യുന്നതാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിട്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളറും ആ ഒരു സോഫ്റ്റ്നെസ്സും ഈ ഒരു മെറ്റീരിയൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കെന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന്. അങ്ങനെ ഞാൻ എനിക്കെന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു, ഞാൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചു തരാൻ പോലെ. അപ്പം ഇത് നമുക്ക് സിംഗിളായിട്ടും ചെയ്യാം, അതല്ല ഇതുപോലെ ഡബിളായിട്ടും ചെയ്യാം കേട്ടോ. ഇതിനകത്തേക്ക് ഇത് ഒട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ, ഒരെണ്ണം കൂടി. അങ്ങനെ നമുക്കിങ്ങനെ 2 രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ ഡബിളായിട്ട് വെച്ചിട്ടാണ് കേട്ടോ. കുറച്ചും കൂടി ഭംഗി ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണേ കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ പൂവാക്കി എടുത്തതിന് ശേഷം ഇതിനറ്റത്ത് ഇതുപോലെ തണ്ടൊട്ടിച്ചതിന് ശേഷം നമുക്ക് ചെയ്യുകയാണെങ്കിൽ മുല്ലപ്പൂ അതുപോലെ തന്നെ കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് തണ്ടൊട്ടിക്കാതെ ഇതുപോലെ ഒട്ടിക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒട്ടിച്ച് വെക്കാവുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. കണ്ടൊട്ടിച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചു തരാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്ലൂ ഗൺ. അതായത് നമ്മളിത് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പശ വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ തലയിലൊക്കെ കുത്തുന്നതായതുകൊണ്ട് ഇത് ഇങ്ങനെ അടർന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് നല്ല പശ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കത് യൂസ് ചെയ്യാം. എന്തായാലും ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ, ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് വെട്ടി വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് കറക്റ്റ് ചതുരമായിട്ട് വെട്ടാം, ത്രികോണമായിട്ട് വെട്ടാം, നമുക്ക് ഏത് സ്റ്റൈലിൽ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നോ ആ സ്റ്റൈലിൽ നമുക്കിത് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ ചെയ്തിട്ടുണ്ട്, ഒരു ലൈറ്റ് പച്ച. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തണ്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ആക്കി കഴിയുമ്പോൾ ആ ഒരു ഇത് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇത്രയൊന്നും ഷെയ്ഡ് ഇങ്ങനെ കാണുമൊന്നുമില്ല കേട്ടോ നമ്മൾ തല വെക്കുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്തെടുത്തു. നിങ്ങൾക്കിനി ഇങ്ങനെ ലൈറ്റ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ കാർഡ്ബോർഡ് കിട്ടുകയാണെങ്കിൽ അതായത് നോക്കുക, ഈ കാർഡ്ബോർഡിൻ്റെ ബാക്ക് സൈഡ് വൈറ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആ എന്താ പറയുക ക്രീം ആ ഒരു ഷെയ്ഡിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കിട്ടുന്ന സൈസ് കാർഡ്ബോർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ വെട്ടിയെടുക്കാം. കാരണം നമ്മളിങ്ങനെ ശരിയാക്കി എടുക്കുമ്പോൾ അതിന് ഇടയ്ക്ക് കുറച്ച് കളർ സ്പേസ് കാണില്ലേ, അവിടെ ഒന്ന് ഫില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇനി കളർ വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, അടുപ്പിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ബാക്കി കാര്യങ്ങൾ നോക്കാം. ഈ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അത് നമ്മൾ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പൂക്കൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാക്കുന്ന കിറ്റ്, ഇതിൻ്റെ ഈ തണ്ടടങ്ങിയിട്ടുള്ള പേപ്പറും പൂവിൻ്റെ പേപ്പറും ഉള്ള കിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഈ വീഡിയോയിൽ ടാഗ് ചെയ്തും കൂടി കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഫൈനലി ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്ത് വന്നിരിക്കണേ. നിങ്ങളിത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഇങ്ങനെ തിക്കി അടുപ്പിച്ച് വെക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ചിലപ്പോൾ വിട്ടുപോരും. അല്ലെങ്കിൽ ഒരെണ്ണം വെച്ച് നന്നായിട്ട് ഒട്ടിയതിന് ശേഷം മാത്രം അങ്ങനെ തിക്കി വെക്കുകയാണെങ്കിൽ വെക്കുക. എന്നാൽ പോലും ഒരുപാട് തിക്കൽ വരുമ്പോൾ സൈഡിൽ ചിലപ്പോൾ വിട്ടു. അവിടെ ഇത്തിരി ഗ്യാപ്പിട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് കേട്ടോ, അതുകൂടെ കാണാം. ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ഇപ്പോൾ ഹെയർ ക്ലിപ്പ് എൻ്റെ കയ്യിൽ ഇതുപോലെ ചതുരത്തിലുള്ള ഈ ഒരു ഹെയർ ക്ലിപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തിരിക്കണേ. ഇത് ഞാനങ്ങനെ ഉപയോഗിക്കുന്നതല്ല.
അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇതില്ലെന്നുണ്ടെങ്കിൽ പഴയ ഏതെങ്കിലും ഹെയർ ക്ലിപ്പിൻ്റെ ഈ ഒരു ഏരിയ അടർത്തിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മാത്രമായിട്ടുള്ളതുണ്ടാവില്ലേ, അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഇതിങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിതിപ്പോൾ ചതുരത്തിലുള്ളത് കൊണ്ട് നമുക്കിത് വെച്ച് കൊടുക്കാൻ ഈസി ആയതുകൊണ്ടും ഇതെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റീൽ ഏരിയ മാത്രമല്ലെങ്കിലും അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നുള്ളൂ കേട്ടോ. അത് മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാനും കിട്ടും. ഇനി പഴയ ഏതെങ്കിലും ക്ലിപ്പിൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ ക്ലിപ്പ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു ഹെയർ ക്ലിപ്പ് എടുത്ത് ഒട്ടിച്ചു മതി. ഇനി ഞാൻ ഇത് തലയിലും കൂടെ വെച്ചും കൂടെ കാണിക്കാം കേട്ടോ.